ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ഏറ്റവും പ്രേക്ഷകർ കാത്തിരിക്കുന്ന എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്. അന്നാണ് കണ്ടസ്റ്റൻസിനെ ലാലേട്ടൻ പൊരിക്കുന്നതും എവിക്ഷൻ നടക്കുന്നതും എല്ലാം. ഇന്ന് ടിക്കറ്റ് ഫിനാലെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടാണ് ലാലേട്ടൻ്റെ പ്രൊമോ വന്നിട്ടുള്ളത്. നന്ദനയെ ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പ്രൊമോയാണ്. നന്ദനയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നന്ദന ഈ ഗെയിമൊക്കെ ജയിച്ചിട്ട് തന്നെയാണോ എത്തിയത്? അപ്പോൾ പറയുന്നു നന്ദന, യെസ്, ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ ഗെയിമും ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചത് എന്ന്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഒറ്റയ്ക്കാണോ, അതിലെന്തോ ഒരു ഒത്തുകളിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ ഗെയിമും കളിച്ചതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരോടും എല്ലാ കണ്ടസ്റ്റൻസിനോടും അഭിപ്രായം ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. നോറ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ചിലരോട് ഫേവറിസവും കൺസിഡറേഷനും ഉണ്ട് എന്ന്. ശ്രീതു പറയുന്നുണ്ട്, വിട്ടുകൊടുക്കൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ജിൻഡോ പറയുന്നു, അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പിന്നീട് നമ്മുടെ ഋഷിൻ പറയുന്നുണ്ട്, അവർ ഒഴിവാക്കി വിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഋഷിൻ. സിജ പറയുന്നു, ഞാൻ ശരിക്കും അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു എന്ന്. എന്ത് അക്കൗണ്ടാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ സായും എന്തോ പറയുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്താണ് നന്ദന ഇവരൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നന്ദന പറയുന്നു, അല്ല, ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ്, പക്ഷെ അവർ പറയുന്നത് അവർ വിട്ടു തന്നു എന്നാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദന പ്ലിങ് ആവുന്ന ഒരു ഭാഗമുണ്ട്. പിന്നീട് എവിക്ഷൻ കാണിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാവരുടെയും ഹാർട്ടിൻ്റെ ഒരു പിക്ക് ഇങ്ങനെ നെഞ്ചിൽ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ആര് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നോറ പറയും, ഞാൻ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ശ്രീതു എവിക്ഷൻ പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീതുവിനോട് ഓപ്പൺ ചെയ്യാൻ പറയും. അപ്പോൾ ശ്രീതുവിൻ്റെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ജാസ്മിൻ എവിക്ഷൻ പെൻഡിങ്, അങ്ങനെ എല്ലാവരുടെയും എവിക്ഷൻ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഓ, നിങ്ങളൊക്കെ ഇന്ന് സേഫാണ്. പിന്നീട് ലാസ്റ്റ് നമ്മുടെ സായിയും നന്ദനയും നിൽക്കുന്നുണ്ട്. അവരുടെ എവിക്ഷനാണ് ശരിക്കിന്ന് പുറത്തു പോകുന്ന ശരിക്കുള്ളത്. അതിൽ നമുക്ക് എല്ലാവർക്കും 100% ഉറപ്പാണ്, നന്ദനയാണ് എവിക്റ്റ് എന്ന്.